ഓം ശാന്തി. മാനിഫെസ്റ്റേഷൻ ലൈഫിൽ സംഭവ്യമാക്കാൻ വേണ്ടിക്കൊണ്ട് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിക്കൊണ്ട് കൃത്യമായ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു കാര്യവും നേടിയെടുക്കാൻ വേണ്ടിക്കൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ യാത്ര എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ തരാനാണ് ഇന്ന് ഈ വീഡിയോ സിസ്റ്റർ ചെയ്യുന്നത്. നമുക്കറിയാലോ, ഒരു സമ്മാനം നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 7 സ്റ്റെപ്പുള്ളതായിരിക്കുന്ന കയറി ചെന്ന സ്റ്റേജ് ആണെങ്കിൽ ആ 7 സ്റ്റെപ്പും നമ്മൾ 1 by 1 ആയിട്ട് മുകളിലെത്തി സമ്മാനം വാങ്ങിക്കുമ്പോൾ ആ യാത്ര സുഖകരമായിരിക്കുകയും ചെയ്യും. നമ്മൾ സ്റ്റേജിലെത്തിക്കഴിഞ്ഞ ശേഷം എല്ലാവരുടെ മുന്നിൽ എല്ലാവരുടെയും അംഗീകാരം കിട്ടുന്നൊരു സ്ഥിതിയാവുകയും ചെയ്യും. ദ സെയിം ഈസ് മാനിഫെസ്റ്റേഷൻ. നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നത്, സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, ആ ഒരു നിമിഷം എല്ലാവരുടെയും അംഗീകാരവും എല്ലാവരുടെ സ്നേഹവും ആദരവും എല്ലാം ലഭിക്കും. ഒരു പക്ഷേ അതിന് മുന്നുള്ള യാത്രയിൽ ഒരുപാട് ക്രിറ്റിസിസം കേൾക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് എങ്ങനെ ചെയ്തു കൊണ്ടുവരികയാണെങ്കിലും അതിനെയൊക്കെ തന്നെ എന്തെങ്കിലും ഒരു തിരുത്ത്, എന്തെങ്കിലും ഒരു കുറ്റം, അല്ലെങ്കിൽ അതിനൊരു മോശമാക്കാൻ, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടായേക്കാം. അതൊരിക്കലും നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കാതെ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഞാൻ എവിടേക്കാണ് എൻ്റെ യാത്ര? ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുള്ളൊരു സീനുണ്ട്. ദീർഘദൂര നീന്തൽക്കാരിയായിരുന്ന ഫ്ലോറിൻ ഷാഡ്വിക്, അവരുടെ 1959 ഐ തിങ്ക് സോ, ആ ഒരു വർഷത്തിൽ അവർ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കിടക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അവരുടെ യാത്ര നിശ്ചയിച്ച ദിവസം അവരുടെ അന്നത്തെ തണുപ്പ് ഞരമ്പുകളെയും അസ്ഥിയെപ്പോലും മരവിപ്പിക്കുന്ന തണുപ്പ് എന്നാണ് ആ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളതായിട്ടുള്ള വരി. അവർ നീന്താൻ വേണ്ടി യാത്ര തുടങ്ങി. ആദ്യത്തെ 1 മണിക്കൂർ 2 മണിക്കൂർ 15 മണിക്കൂർ അവർ നീന്തിക്കഴിഞ്ഞു. ഏതാണ്ട് കാലിഫോർണിയ കോസ്റ്റിലെത്താനായി പോയി അവരുടെ യാത്ര. പക്ഷേ അപ്പോഴത്തേക്കും അവർ തളർന്ന അവശയായിട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോവുമോ എന്ന് പേടിച്ചു പോയി. ആ സമയം വന്നപ്പോൾ അവരുടെ കോച്ച് പറഞ്ഞു, ഒട്ടും വിഷമിക്കല്ലേ, ഒരു 1/2 മണിക്കൂർ കൂടെ നീന്തുകയാണെങ്കിൽ നിനക്ക് ലക്ഷ്യത്തിലെത്താമെന്ന്. വെള്ളത്തിൻ്റെ മേലെ വന്നിട്ട് അവർ നോക്കുകയാണ്. കാലിഫോർണിയ കോസ്റ്റിലേക്ക് 1/2 മണിക്കൂർ നീന്തിയാൽ എത്തുമെങ്കിൽ തീർച്ചയായിട്ടും കാണാമല്ലോ. പക്ഷേ പൊന്തി വന്ന് നോക്കുമ്പോൾ അന്നത്തെ കനത്ത മൂടൽമഞ്ഞ് കാരണം കൊണ്ട് തന്നെ അവർക്ക് ആ ദൃശ്യം കാണാൻ സാധിച്ചില്ല. അവർ തളർന്ന് വെള്ളത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവരെടുത്തു, രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു കൂടെ, അവരെടുത്തു വന്നു. ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ ആ വെള്ളത്തിൻ്റെ മേലെ വന്ന് നോക്കിയപ്പോൾ കാലിഫോർണിയ കോസ്റ്റ് എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ തോറ്റുപോവില്ലായിരുന്നു എന്നാണ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. നമ്മുടെ തീരമേതെന്ന് നിശ്ചയിക്കുകയും അവിടെ ഞാൻ എത്തുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദത്തെ ഇവിടെ നിന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യത്തിനും, ഒരു കനത്ത മൂടൽമഞ്ഞിനും അല്ലെങ്കിൽ ഒരാളുടെ ക്രിറ്റിസിസത്തിനും ഒരാളുടെ അവഗണനയ്ക്കോ ഒരാളുടെ തള്ളിപ്പറയലിനോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ വിഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് ആദ്യം നമ്മൾ മാനിഫെസ്റ്റേഷൻ ലൈഫിൽ പോകുമ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വേണ്ടത്? സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയാണോ, അഥവാ എനിക്ക് ആധ്യാത്മികമായിരിക്കുന്ന ഔന്നത്യമാണോ വേണ്ടത്, അതോ എനിക്ക് എൻ്റെ ലൈഫിൽ ഇതൊന്നും അല്ലാത്ത വേറെന്തെങ്കിലും പർപ്പസ് ഉണ്ടെങ്കിൽ അതാണോ വേണ്ടത്? എന്താണോ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ആ ഉദ്ദേശത്തെക്കുറിച്ച് പലതവണ ചിന്തിച്ച് ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കണം. വിവിഡ് വിഷൻ, ക്ലിയർ വിഷൻ, വ്യക്തമായിരിക്കുന്ന ദർശനം അല്ലെങ്കിൽ കാഴ്ച നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ വിഷ്വലൈസേഷൻ. എന്താണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ അവരെ കാണും, അവരെന്നോട് ഇങ്ങനെ സ്നേഹിക്കും. യാത്ര പോകുമ്പോൾ ഒരു അമ്മാവൻ്റെ വീട്ടിൽ പോവുക, അമ്മായിയുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ പോലും അവിടെ പോയ അമ്മായി ഇങ്ങനെയുള്ള നല്ല ഫുഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അമ്മാവൻ എനിക്കിങ്ങനെ ഗിഫ്റ്റ് വാങ്ങിത്തരും. ആ ഒരു താമസിക്കാൻ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ കുറേ ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ അനുഭവിച്ചതും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണും. അതറിയാതെ കാണുന്നത് കൊണ്ടാണ് അവിടേക്ക് പോകാൻ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുന്നത്. അത് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ, അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടേക്ക് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ അർത്ഥം, ഒരു സ്ഥലത്തെക്കുറിച്ച് ക്ലിയർ ആയിരിക്കുന്ന ഒരു അനുഭൂതിയുടെ മെൻ്റൽ മൂവി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അത് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ ആവുന്നത്. ഇതാണ് വിഷ്വലൈസേഷൻ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു ആ കാര്യത്തെക്കുറിച്ചതായിട്ടുള്ള കൃത്യമായ ഒരു മെൻ്റൽ മൂവി ക്രിയേറ്റ് ചെയ്യാനും ഒരു മനചിത്രം ഉണ്ടാക്കാനും ആ ജീവൻ കൊടുക്കാനും അതിൽ അനുഭൂതി ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സാധനം. സെക്കൻഡ് ഫാക്ടർ നമ്മുടെ വിഷ്വലൈസേഷനാണ്.
മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഏത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ സ്വന്തമാക്കിയത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തോട്ട്സ് വരാതിരിക്കാൻ വേണ്ടിക്കൊണ്ടാണ് അഫർമേഷൻ. ഞാനിപ്പോൾ ഒരു നല്ല ഡോക്ടർ ആകുമെങ്കിൽ ഒരു 10 തവണയെങ്കിലും ഒരു ദിവസം നമ്മൾ ഞാൻ നല്ല ഡോക്ടറാണ് നമ്മളെ ആ ഡോക്ടറായി കാണും. അതിന് വേണ്ടതായിരിക്കുന്ന എന്താണോ അഫർമേഷൻ വേണ്ടത് അത് രീതിയിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഓരോരുത്തർക്കും വേണ്ട ഡ്രീം എന്താണോ അതനുസരിച്ചുള്ള ചുരുങ്ങിയ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാചകം ഉണ്ടാക്കി അതിനെ നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ട് ആ അനുഭൂതിയെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ അനുഭൂതിയാണ് നമുക്ക് ഫീലിംഗ് തരുന്നത്. അത് നമുക്ക് മറ്റൊന്നും നമ്മൾ തൊടാതെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രേരണയാകും. അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് അഫർമേഷൻ അത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. പിന്നത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി. എപ്പോഴും നമുക്ക് ഇന്നത്തെ ജീവിതത്തിൽ ഞാൻ നാളെ ആഗ്രഹിക്കുന്നത് വലിയൊരു സിംഗർ ആവാനാണ്. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് അരമണിക്കൂർ സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം യാതൊരു തടസ്സവുമില്ലാതെ സാധകം ചെയ്യാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ, അതിലെ സ്വരങ്ങളെ പാടിക്കൊണ്ട് എനിക്ക് ആനന്ദിക്കാൻ സാധിച്ചുവെങ്കിൽ ഈ ഒരു നിമിഷത്തിന് ഈശ്വരനോട് താങ്ക്സ് പറയണം. ദിവസവും മിനിമം 10 കാര്യങ്ങൾക്ക് ഭഗവാനോട് നന്ദി പറയുകയും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പോസിറ്റീവ് ഫീലിംഗ് പുറത്തേക്ക് ഫ്ലോ ചെയ്യുകയും വേണം. അത് നമ്മളെ പോസിറ്റീവായിരിക്കുന്ന എനർജിയുമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഈശ്വരനുമായിട്ടൊരു ഇമോഷണലായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാനും നമ്മുടെ സ്വപ്നവുമായിക്കൊണ്ട് ആ സ്വപ്നത്തിന് ജീവൻ കൊടുക്കാനും അതും നമ്മളും തമ്മിൽ ഒന്നിപ്പിക്കാനും സഹായിക്കുന്ന ഘടകമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് ഇൻസ്പയർഡ് ആക്ഷൻസ്. ഇത്രയും സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്തു പോവും. എന്നാലും നമ്മൾ പരിശോധിച്ചേ പറ്റൂ. എൻ്റെ ഈ ഒരു ഡ്രീം സ്വന്തമാക്കാൻ വേണ്ടിക്കൊണ്ടുള്ള യാത്രയിൽ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കുകയും, ഇല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക, ഡിസിഷൻ എടുക്കുക, ആക്ഷൻ കണ്ടെത്തുക. നിർബന്ധമായിക്കൊണ്ടും അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് ചെയ്തേ പറ്റൂ. നാളെ ഒരു വലിയ ലീഡർ ആവണമെങ്കിൽ ഇന്ന് കുറച്ചെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരാൾക്കെങ്കിലും മനസ്സുഖം പകർന്നു കൊടുത്തിട്ടുണ്ടായിരിക്കണം. നാളെ നല്ലൊരു ഡോക്ടർ ആവണമെങ്കിൽ ഒരു കാര്യമെങ്കിലും അതിനുവേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, മനസ്സിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം. എയും എന്തോ അതുപോലുള്ളതായിരിക്കുന്ന ഒരു ആക്ഷൻ, ചെറിയൊരു ആക്ഷനായാലും കുഴപ്പമില്ല, കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിലെ പർപ്പസിന് വേണ്ടി കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ചേർന്ന പർപ്പസ് അല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പർപ്പസ് എന്തോ അതിനുവേണ്ടി നിർബന്ധമായിട്ട് നമ്മൾ മിനിമം 10 മിനിറ്റ്സ് അതിന് നിങ്ങൾ കൊടുത്തേ പറ്റൂ. ഏതെങ്കിലും ഒരു ആക്ഷൻ അതിനുവേണ്ടി നിങ്ങൾ ചെയ്തേ പറ്റൂ. അത് കഴിഞ്ഞ ശേഷം പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റ് ഗോ ആണ്. നമ്മളെല്ലാം ചെയ്തു, എല്ലാം കഴിഞ്ഞ ശേഷം എനിക്ക് ഉടനെ കിട്ടണം എന്നുള്ള ചിന്തയേക്കാൾ ഉപരിയായിക്കൊണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ യോഗ്യമാകുമ്പോൾ എൻ്റെ അടുത്ത് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി, പൂർണ്ണ നിശ്ചയത്തോടു കൂടി നിശ്ചിന്തരാകാൻ നമുക്ക് സാധിക്കുക. അതിന് ലെറ്റ് ഗോ എന്ന് പറയും. മറ്റൊരു ഭാഷ കൂടിയുണ്ട്. മറ്റാരെങ്കിലും എന്നോട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു, കുറച്ച് വിമർശനം ഉണ്ടായി, എന്നെ മുന്നോട്ട് പോകുമ്പോൾ കാല് വലിക്കാൻ വേണ്ടി ശ്രമിച്ചു, ഒരു സപ്പോർട്ട് തരുന്നതിന് പകരം തള്ളിയിടാൻ വേണ്ടി നോക്കി, ഒരുപാട് കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഡ്രീമിലേക്കുള്ള യാത്ര, നിങ്ങൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഇതൊന്നും ഇല്ലാതിരിക്കില്ല, ഒരിക്കലും ഇല്ലാതിരിക്കില്ല, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്ത ആളുകളോട് നമ്മുടെ മനസ്സിൽ അഥവാ ഇറിറ്റേഷൻ, മൂഡ് ഓഫ്, വിരക്തി, വെറുപ്പ്, ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, അവരാ തെറ്റ് ചെയ്തത്. നെഗറ്റീവ് ഇമോഷൻ ഹോൾഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. നെഗറ്റീവ് ഇമോഷൻസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജി കയറി വരില്ല. അതുകൊണ്ട് ആര് എന്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാവരോടും ക്ഷമിച്ചേക്ക്. നമ്മൾ ഏതെങ്കിലും കണക്ക് അവരോടത്തുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ചോളൂ. ഫുൾ സ്റ്റോപ്പ് ഇടും. വായ കൊണ്ടല്ല, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ സാധിക്കണം. ഹൃദയം കൊണ്ട് ക്ഷമ ചോദിക്കാനാവണം. എങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. ശുദ്ധമായ മനസ്സിൽ ഭഗവാൻ വസിക്കാൻ തുടങ്ങും. പിന്നെ സംശയമന്യേ സെലിബ്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ചില മൊമെൻറ്റ്സിൽ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എൻ്റെ ഡ്രീമുകളെ, എൻ്റെ ലൈഫിലെ മൊമെൻറ്റ്സിനെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് അത് ഞാൻ നേടിയെന്ന് വിചാരിക്കുമ്പോൾ ആ നേടിയ ആനന്ദത്തിൽ തുള്ളിച്ചാടാറുണ്ട്. റൂമിൻ്റെ ഉള്ളിൽ വാതിൽ അടച്ചിട്ടിട്ട് പാട്ട് വെച്ച് ഡാൻസ് കളിക്കാറുണ്ട്. ഞാൻ നേടിക്കഴിഞ്ഞു എന്ന് ആനന്ദത്തോടെ പാടാറുണ്ട്. സെലിബ്രേറ്റ്, നിങ്ങൾക്കാവുന്ന രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക മൊമെൻറ്റ്സിനെ. ഇത്രയും കാര്യം റെഗുലറായി ചെയ്യാമെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ഈശ്വരന് പോലും സാധ്യമല്ല. അല്ല, ഈശ്വരൻ ചെയ്യില്ല ഒരിക്കലും, എന്നാലും അതുപോലും ആവില്ല. അതുകൊണ്ട് നിങ്ങൾ സക്സസ്ഫുള്ളാകും, വിജയിയായിത്തീരുന്നു. ഉറപ്പാണ്. നിങ്ങൾ വിജയിയാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.